നമ്മുടെ സിഡാൻ മോഡലിന്റെ സെയിലിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അടുത്ത ആഴ്ചയോട് കൂടി ന്യൂ കൊമേഴ്ഷ്യൽസ് എത്തും. സെയിൽ പോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ നമ്മുടെ സർവീസ് ആണ്. സർവീസിൽ എത്തുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ആറ്റിറ്റ്യൂഡ് ഇസ് an important thing. So, everything clear? Yes, ma'am. Okay, guys, let's get back to work. Hello? Yes? Please hold on. I'll be. Here. Me? You have an urgent call. Ara? I don't know. It's an unknown number. Hello? ആൽബിക്ക് എന്ത് തരം കോഫിയാണ് ഇഷ്ടം? ഐറിഷ്, ഇറ്റാലിയൻ? ഞാൻ ബ്ലാക്കിന്റെ ആളാണ്. ഐ ഹാവ് ആൻ ഐഡിയ. ആൽബി, ഓഫീസിലെ കോഫി മേക്കറിന്റെ അടുത്തേക്ക് ഒന്ന് പോകും ആൻഡ് മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോർ മീ. ആരാണെന്നോ എന്താണെന്നോ അറിയിക്കാതെ നീ നടത്തുന്ന കാര്യമാണോ? ഒരു വാക്കും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. യു ഗോട്ട് മീ? One cup of black coffee. With some pepper. ഇനി കുറച്ച് ലൈമാകാം. But half make me full. Coffee ready. ഇനി ഒരു സിപ്പ്. Come on. Enjoy it. Hot and spicy അല്ലേ? Day after tomorrow when we meet, ഇതിലും നല്ലൊരു കോഫി ഞാൻ ഉണ്ടാക്കി തരും. ആ കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോൾ ആൽബി എനിക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവരണം. എന്താണെന്നല്ലേ പറയാം. ഇല്ല, ഞാനത് ചെയ്യില്ല. ഐ നെവർ ഡു ദാറ്റ്. ഓക്കേ, ദെൻ ആ ദൃശ്യങ്ങൾ ഇനി നിനക്ക് യൂട്യൂബിൽ കാണാം. നാളെ ലോകം സെർച്ച് ചെയ്യുന്ന സ്കാൻഡൽ വീഡിയോസിന്റെ ലിസ്റ്റിൽ നീയും ഉണ്ടാവും. പിന്നെ കുടുങ്ങുന്നത് നീ മാത്രമാകില്ല. ആൻ, അവളുടെ പാസ്പോർട്ട് ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇതിൽ ആനും ഇൻവോൾവ് ആവും. നാളത്തെ കുർബാനയ്ക്കുള്ള 2 മെഴുകുതിരികൾ അവൾക്കുള്ളതാണ്. ഇതാണ് ടെക്നോളജി അഡ്വാൻസ് ആയതിന്റെ ഗുണം. പ്രസിഡന്റ് ബറാക് ഒബാമ പോലും മുട്ടടിച്ചു പോകുന്നത് 2000 രൂപ മാത്രം വില വരുന്ന ഈ ഒളി ക്യാമറയ്ക്ക് മുന്നില. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യുവർ ക്ലോക്ക് ടിക്സ് നൗ. ഓക്കേ, ഓക്കേ. I'll do it. I'll do it. സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലേ? വരണം, ഇരിക്കടാ. എന്താണ് അണ്ണന്റെ സന്നിധാനത്തിലേക്കുള്ള ആഗമനോദ്ദേശം? ഇങ്ങനെ പോയാൽ ഈ സ്റ്റേഷൻ വൈകാതെ തന്നെ ഒരു ലേബർ റൂം ആകും. പുറത്തു പോകുന്ന ലേഡി കോൺസ്റ്റബിൾസിനെ കണ്ടല്ലോ. നിന്റെ സ്റ്റേഷൻ എന്താ അളിയാ? ലേഡീസ് ഒളിയാ? അളിയാ, അതൊരു സൈക്കോളജിയാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. സൈക്കോളജി ഒടുവിൽ ഗൈനക്കോളജി ആവരുത്. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്കൊരു പ്രൊമോഷൻ എത്തും. അത് കലക്കി. ഈ സന്തോഷത്തിന് ദയവ് ചെയ്ത് നമ്മൾ കുടിക്കരുത്. പിന്നെ എടാ, നമ്മൾ കുളിക്കണം, കേട്ടിട്ടില്ലേ? മദ്യസ്നാനം. പക്ഷേ എല്ലാം നിന്റെ വീട്ടില്, ആൻ വീട്ടിലുണ്ട്. അതാ കഷ്ടം. ആ, ജയനെ വസുനെ ഞാൻ വിളിച്ച് പറയാം. അപ്പോ വൈകിട്ട് മദ്യസ്നാനം. ഓക്കെ ഓക്കെ, ഡൺ ഡൺ. ഓക്കെ, ശരിടാ.
എടാ വികടാ, നീ അധികം ചിരിക്കണ്ട. നീ ഉണ്ടാകുന്നെങ്കിലും വാവച്ചൻ അബദ്ധം പറ്റിയേനെ. എന്നാലും ഭാവത്തിന് ആപ്പിളും കടിച്ചോണ്ട് വന്ന സീനെ അത് കിടുവായിട്ടോ. എന്നാലും ലാലും ഉണ്ടായിട്ട് ഇതെങ്ങനെ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതിന് ലാല് വടികിട്ട് കിടക്കുമായിരുന്നല്ലോ. ഓ, പറഞ്ഞതുപോലെ നിങ്ങളതറിഞ്ഞില്ലല്ലോ അല്ലേ? ലാലും ഉണ്ടല്ലോ. എല്ലാ ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത വന്നത്. വാവച്ചനെ കൊന്നടാ. വിഷ്ണുബുദ്ധന്റെ ആടെ മേത്താണ് അങ്ങനെ പടക്കം പിടിച്ച് കളിച്ച്. ആരേ വിഷ്ണുബുദ്ധൻ? ആരേ വിഷ്ണുബുദ്ധൻ? എടാ വിഷ്ണുബുദ്ധൻ അറിയില്ലെന്നും. എടാ അങ്ങേരുടെ കയ്യെത്താത്ത നാടില്ല. ഇന്ന് പണി കിട്ടും ഉറപ്പാ. നമുക്ക് ഇപ്പൊ തന്നെ എങ്ങോട്ടെങ്കിലും തന്നെയാലോ? തന്നെ ഇപ്പൊ തന്നെയോ? എങ്ങോട്ട്? നമുക്കെന്നാ സേതുവിന്റെ വീട്ടിലേക്ക് പോയാലോ? ഈ ചെറിയ കേസ് നമ്മൾ അവിടം വരെ പോകണം. നിനക്കയാൾ അറിയാത്തോണ്ടാ. നീ വാ ലാലു. ലാലു കേറാ. ഈ ടൈമിലാണ് നിന്റെ ഒരു സ്ലോ മോഷൻ. ഒന്ന് വേഗം വാ. എടാ, നമ്മളെല്ലാവരും കൂടി മുങ്ങിയ അവന്മാർ അന്വേഷിച്ച് എൻ്റെ വീട്ടിലെത്തും. അമ്മയെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം. കറക്റ്റ് 10 മണിയാകുമ്പോൾ നിങ്ങൾ പഴയങ്ങാടി എത്തണം. ഞങ്ങളും കൂടെ എത്തിയാ പോരെ? മിണ്ടാരാ. ഗുണ്ടകൾ വന്നേക്കണു പേര് പറയാനായിട്ട്. നമ്മൾ വരുന്നവരെ സേതുവിനെ വിളിച്ച് പറ. ഓക്കെ ലാലു. അമ്മേ ഇവിടെ കിടക്കുകയാണോ? ഇതുവരെയായിട്ടും റെഡി ആയില്ലേ? പെട്ടെന്ന് എഴുന്നേറ്റേ. പെട്ടെന്ന് റെഡി ആവാനോ? എവിടെ പോവാനാ? അത് നമുക്കൊന്ന് അമ്മാവന്റെ വീട് വരെ പോവാം. അമ്മേന്റെ ഒരൊറ്റ സാരി. സത്യം പറഞ്ഞമ്മേ, നമുക്കൊന്ന് പോയി വരാം. ആവൂ, ഇപ്പോഴെങ്കിലും നിനക്ക് ഏട്ടനോടുള്ള ദേഷ്യം തീർന്നല്ലോ. അച്ഛന്റെ മരണശേഷം ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ചെറ്റയാണ് എന്റെ പൊന്നമ്മാവൻ. ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേനെ. പക്ഷെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നെ കാണിക്കാതിരുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ജനാർദ്ദനൻ ചേട്ടനാണോ? അതെ. എന്താ കാര്യം? ലാലു മതി. അല്ല, താനാരാ? ആരിത്? ദേവകിയോ? ഇതേതാ വണ്ടി? ഇത് ഹരിക്ക് ഓഫീസിൽ നിന്ന് കൊടുത്ത വണ്ടിയേട്ടാ. ഇത് പുതിയ വണ്ടിയാ? ഈ പാവ അമ്മാവനൊക്കെ ഓർമ്മയുണ്ടോ ഹരി? അയ്യോ, വന്ന കാലിൽ തന്നെ നിൽക്കാതെ കേറി വാ. ഓന്തിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എന്റെ അമ്മാവൻ. ലാലു ഇപ്പോ ഏത് ഓഫീസിലാ? ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഫൈനാൻസ് കമ്പനി? ശാസ്ത ഫൈനാൻസ് എന്ന് പറയും. ഹരി അവിടുത്തെ മാനേജറായിട്ടാ. അതെ അതെ. സുമതി, പെട്ടെന്ന് ചായ എടുത്ത്. ചായ ഒന്നും വേണ്ട അമ്മേ, എനിക്ക് ഓഫീസിൽ കുറച്ചേറെ പണിയുണ്ട്. ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങും. ഹേയ്, അത് പറ്റില്ല. ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടും ഇല്ല. അമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അമ്മാവ. നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല, പണിക്കാർ നാളെ വീട്ടിലെത്തും. വീടിനിപ്പോ എന്താ പണി? അതൊന്നും കാര്യമായിട്ടില്ല, വീടൊന്ന് പുതുക്കി പണിയുന്നു, അത്രമാത്രം. അതിനിപ്പോ ഒരുപാട് കാശാവില്ലേ? ഒരു മാനേജർ വിചാരിച്ച 10-20 ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട്? 20 ലക്ഷം? എന്നാ ശരി അമ്മാവ, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെയൊക്കെ പോയാലോ? നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? അവൾ ഇന്നുകൂടെ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ സുമതി? പിന്നെ മോളെ ഗീതു, മോളെ ഗീതു, എടി മോളെ, മോളെ, ഈ ധാര വന്നിരിക്കണം നോക്കിയേ.
നമ്മുടെ ലാലുവാണ് മോളെ. അച്ഛൻ ഇപ്പൊ വരാം. ഹോസ്പിറ്റലിൽ നടന്നതുപോലെ എൻ്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാരെ ഞാൻ കത്തിച്ചാണ്. അറിയാലോ എന്നെ. ശാസ്ത ഫൈനാൻസിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ഈ വീട് കെട്ടാൻ തന്നെയാ. ലാല് മാനേജർ ആയതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും അല്ലേ? ലോൺ അടച്ച് തീർത്തു തന്നെ അങ്ങ് വിചാരിച്ചോ? ഇനി ആ ലോൺ എങ്ങാനും അടച്ചു ഞാൻ അറിഞ്ഞ. അയ്യോ, എന്നെന്താ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയായിരുന്നു അത്. ഇനി ചേത്ത അതോർത്തോ.